വനം വന്യജീവി ആക്രമണങ്ങൾ സ്ഥിരമായി വാർത്തയിൽ ഇടം പിടിക്കുമ്പോൾ വനത്തെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമുണ്ട് കോഴിക്കോട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് YS അഭിനന്ദ്. പണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്നുള്ളൊരു ഐതിഹ്യം ഇപ്പോഴും വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ അധികവും. സംസ്ഥാനം രൂപീകരിച്ച് 7 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ആ ഐതിഹ്യത്തിൽ ഒരു മാറ്റവുമില്ലാതെ തുടരുകയും ചെയ്യുന്നുണ്ട്. ആ പരശുരാമൻ രൂപീകരിച്ച ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. കൊയിലാണ്ടിയിലേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത്. ഞാൻ പറഞ്ഞ കൊയിലാണ്ടി പൊയിൽക്കാവ് വനദുർഗ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. 12 ഏക്കറിലായി ചുറ്റപ്പെട്ട് കിടക്കുന്ന വനഭൂമി. വനത്തിന് നടുവിലായാണ് ഈ ക്ഷേത്രം. തൊട്ടപ്പുറത്താണ് കാപ്പാട് ബീച്ച്, അതിനുമിപ്പുറം കൊയിലാണ്ടി ദേശീയപാത. നടുവിലായാണ് ഈ ക്ഷേത്രവും കാടുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനൊരു കാടും ക്ഷേത്രവും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ആരും വിശ്വസിക്കില്ല. പക്ഷേ കേരളത്തിൽ തന്നെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരിടം കൂടിയാണിത്. മറ്റൊരു ചിന്തയില്ലാതെ ഒരു വനത്തിൻ്റെ നടുവിലൂടെ അങ്ങേയറ്റം ഇതിനെ അന്തരീക്ഷം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. 75-ലധികം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾ തുടങ്ങി 200-ലധികം സസ്യസമ്പത്തിൻ്റെ ഈറ്റിലം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. കാർഷിക സർവകലാശാലയിൽ നിന്നുള്ളവർ ജൈവ വൈവിധ്യ നിരീക്ഷണത്തിൽ ഒക്കെ ഗവേഷണ പഠനം നടത്തുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ എത്തി പഠനം നടത്തുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നാട്ടുകാരെല്ലാം കൂടി ചേർന്നാണ് ഇത്രയും വർഷമായിട്ടും ഈ വനത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആചാരപരമായ രീതികളൊക്കെ വെച്ചിട്ട് 1000 വർഷമെങ്കിലും പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രധാന ക്ഷേത്രം വനദുർഗ ക്ഷേത്രം നടന്ന ഈ കാവ് നിൽക്കുന്ന സ്ഥലം നമ്മളെ പൂർവികർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയൊക്കെ ഒരു 4-5 തലമുറ മുമ്പുള്ള ആൾക്കാർ പോലും ഈ വനത്തെ നന്നായിട്ട് സംരക്ഷിച്ചിരുന്നു എന്നാണ് കേട്ടത്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഏതാനും സസ്യങ്ങളുണ്ട് എന്നാണ് ഈ അടുത്ത് BMCൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനമുണ്ട്. പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലായത് ഇവിടുത്തെ വെള്ളം ആയിക്കോട്ടെ, ഇവിടുത്തെ വായുട്ടെ, നിങ്ങൾക്കൊരു പക്ഷേ പൊയിൽക്കാവ് ടൗണ് നിങ്ങൾക്ക് ഇതിപ്പോൾ ഫീൽ ചെയ്യുന്ന ശരിക്കും അറിയണമെങ്കിൽ പൊയിൽക്കാവ് ടൗണിൽ നിന്ന് ഇപ്പോൾ റെയിൽവേ ഗേറ്റ് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സ്വസ്ഥത, ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. പൊയിൽക്കാവിൻ്റെ തീർത്ഥാടക ടൂറിസം സാധ്യതകളൊക്കെ ടൂറിസം വകുപ്പും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമൊക്കെ നിരവധി തവണ പരിശോധിച്ചതാണ്. എന്നാൽ ഇവിടെയുള്ള സസ്യസമ്പത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുമോ എന്നുള്ള നാട്ടുകാരുടെ ആശങ്ക ഭയന്നാണ് അതൊക്കെ ഉപേക്ഷിച്ചത്. ഇവിടെയുള്ള സസ്യങ്ങൾക്കോ വനസമ്പത്തിനോ ജീവജാലങ്ങൾക്കോ യാതൊരു പ്രശ്നവുമില്ലാതെ ടൂറിസം സാധ്യതകളെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് ഒരു പ്രശ്നവുമില്ല എന്നുകൂടി അവർ നമ്മളോട് പറയുന്നുണ്ട്.
റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുകയാണ്. മറ്റു വിശേഷങ്ങളുമായി പിന്നീട് കാണാം. കോഴിക്കോട് നിന്നും അഭിത് കല്ലായിക്കൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.